സൗമ്യ വ്ലോഗ് ഇസ്രയേലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ റോസ്മേരി വാട്ടറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് തലയിൽ ഡാൻഡ്രഫും അതുപോലെ തന്നെ ഹെയർ ഫോൾസും ഉണ്ടെങ്കിൽ ഹെയർ ഫോൾസും ഡാൻഡ്രഫും മാറാനും അതുപോലെ തന്നെ ന്യൂ ബേബി ഹെയർ ഉണ്ടാവാനും മുടിക്ക് നല്ല തിക്നെസ് തോന്നാനും ഒരുപാട് നല്ലതാണ് ഈ റോസ്മേരി വാട്ടർ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ചിലർക്ക് റോസ്മേരി വാട്ടർ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഹെയർ ഫോൾസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന ഉടനെ നമുക്ക് ഈ ഹെയർ ഫോൾസ് കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് സാരമാക്കേണ്ട. ഒരു 2 വീക്സ് 3 വീക്സ് ഈ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഹെയർ ഫോൾസ് മാറുകയും അതുപോലെ തന്നെ ന്യൂ ബേബി ഹെയർ ഉണ്ടാവുകയും മുടിക്ക് നല്ല തിക്നെസ് തോന്നുകയും ചെയ്യും. പിന്നെ മുടിക്ക് നല്ല കറുപ്പ് തോന്നുന്നതിന് ഈ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ ഇവിടെ ഇസ്രയേലിൽ ഞങ്ങൾക്ക് കുറേ അവിടെ ഈ അടുത്തെല്ലാം ഒരുപാട് റോസ്മേരി പ്ലാന്റ്സ് ഉണ്ട്. ഞാൻ അവിടുന്ന് റോസ്മേരിയുടെ ലീവ്സ് എടുത്തിട്ട് വന്നിട്ടാണ് ഈ റോസ്മേരി വാട്ടർ ആക്കുന്നത്. നമുക്കിന്ന് റോസ്മേരിയുടെ വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് റോസ്മേരി പ്ലാന്റ്. ഇവിടെ ഇസ്രയേലിൽ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലെല്ലാം നിറച്ച് റോസ്മേരി പ്ലാന്റ് ഉണ്ട്. നമ്മൾ ഈ റോസ്മേരിയുടെ വെള്ളം തലയിൽ തൂത്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നിൽക്കുന്ന പോലെ നമുക്ക് തല നിറച്ചും മുടിയാവും എന്നാണ് പറയുന്നത്. ഇതിനൊരു ലൈറ്റ് വയലറ്റ് കളറുള്ള ചെറിയ പൂവുണ്ട്. ഞാൻ റോസ്മേരിയുടെ ലീവ്സ് ഇപ്പോൾ ഇവിടെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാനിലിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്ക് നാട്ടിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി ലീവ്സ് കിട്ടിയെന്ന് വരുമല്ല. അപ്പോൾ നമുക്ക് ആയുർവേദ കടയിലോ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ ഉണങ്ങിയ റോസ്മേരി ലീവ്സ് കിട്ടുന്നതാണ്. അത് ഇതുപോലെ തന്നെ തിളപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് നല്ലതായിട്ട് തിളയ്ക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേന് തീ ഒന്ന് നല്ലതായിട്ട് കുറച്ച് വെച്ച് 2 ഗ്ലാസ് എന്നുള്ളത് അത് വറ്റി 1 ഗ്ലാസ് ആകുന്ന സമയം വരെ നമ്മളിത് നല്ലതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പം 2 ഗ്ലാസ് എന്നുള്ളത് വറ്റി 1 ഗ്ലാസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കളറ്. ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. റോസ്മേരി ലീവ്സ് മാത്രമേ ഉള്ളൂ. ചിലർ ഇതിനകത്ത് ഉലുവയൊക്കെ ചേർക്കും. അതിൻ്റെ ആവശ്യമില്ല. റോസ്മേരി ലീവ്സ് മാത്രം മതി. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് വരെ നമ്മുടെ മുടി നല്ലതായിട്ട് ചീവുക. നല്ലതായിട്ടൊന്ന് കോമ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുടിയുടെ സ്കാൽപ്പിൽ മുടി നല്ലതായിട്ട് വകഞ്ഞു കൊടുത്തിട്ട് മുടിയുടെ സ്കാൽപ്പിൽ ഈ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ബൗളിലൊന്നും എടുത്തിട്ട് അതിനെ കൈ വെച്ച് തൊട്ടിട്ട് അങ്ങനെ തലയിൽ സ്കാൽപ്പിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളത് ഈ റോസ്മേരി വാട്ടർ ഈ സ്പ്രേ ബോട്ടിലാക്കി വെച്ചേക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലോട്ട് നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്കാൽപ്പ് ഫുള്ള് ഈ റോസ്മേരി വാട്ടർ ഇങ്ങനെ അപ്ലൈ ചെയ്യാറ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് സ്കാൽപ്പ് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു 2 മിനിറ്റ്സ് വരെ. അത് എല്ലാ ദിവസവും ഇങ്ങനെ നമുക്ക് വൈകുന്നേരമോ രാവിലെ നിങ്ങളുടെ സൗകര്യം പോലെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴാണോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ന്യൂ ബേബി ഹെയർ ഉണ്ടാവും. നമുക്ക് ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളെ തല കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ വീക്കിലി 2 പ്രാവശ്യമൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പം അല്ലാത്ത ദിവസങ്ങളെല്ലാം ഈ റോസ്മേരി വാട്ടർ ഇങ്ങനെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ല മസാജ് ചെയ്യും. നല്ല റിസൾട്ടാണ്. അപ്പം നിങ്ങളും ഈ റോസ്മേരി വാട്ടർ തലയിൽ അപ്ലൈ ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.